2017-2018 വർഷങ്ങളിൽ കേരള PSC വിവിധ തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷകളിൽ നദികൾ എന്ന ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏത്? ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏത്? ബ്രഹ്മപുത്ര. ഓപ്ഷൻ ബി ബ്രഹ്മപുത്ര. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. ലൂണി. ഓപ്ഷൻ ഡി ലൂണി. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? അരുണാചൽ പ്രദേശ്. ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ്. ജോഗ് വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ഏത് നദിയിലാണ്? ശരാവതി. ഓപ്ഷൻ എ ശരാവതി നദിയില്. അടുത്ത ചോദ്യം, ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ്. ഓപ്ഷൻ സി സത്ലജ്. ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാണ്? ടീസ്റ്റ ഏതു നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്ര. ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. സിന്ധുവിന്റെ ഒരു പോഷക നദി. സിന്ധുവിന്റെ ഒരു പോഷക നദി. തന്നിരിക്കുന്ന ഓപ്ഷൻസ് രവി, സോണി, ലൂണി, ടീസ്റ്റ. ഓപ്ഷൻ എ ആണ് ഉത്തരം, രവി. ഗംഗയുടെ പോഷക നദി. ഗംഗയുടെ പോഷക നദി. കോസി. ഓപ്ഷൻ ഡി കോസി. ഇന്ത്യയിൽ വ്യക്തിത്വ പദവി ലഭിച്ച ആദ്യ നദി. ഇന്ത്യയിൽ വ്യക്തിത്വ പദവി ലഭിച്ച നദി. യമുന. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി. ഗംഗ. ഓപ്ഷൻ എ ഗംഗ. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഓപ്ഷൻ ബി ഒഡീഷ. അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? നർമ്മദ. ഓപ്ഷൻ ഡി നർമ്മദ. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം. മഹാബലേശ്വർ കുന്നുകൾ. ഓപ്ഷൻ സി മഹാബലേശ്വർ കുന്നുകൾ. ഏതൊക്കെ നദികളെയാണ് പാറ്റിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഏതൊക്കെ നദികളെയാണ് പാറ്റിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഗോദാവരി, കൃഷ്ണ. ഓപ്ഷൻ ഡി ഗോദാവരി, കൃഷ്ണ. വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി. നർമ്മദ. ഓപ്ഷൻ ബി നർമ്മദ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ദാമോദർ. ഓപ്ഷൻ സി ദാമോദർ നദി. ഭാരതത്തിന്റെ ദേശീയ നദിയായ ഗംഗയെ പ്രഖ്യാപിച്ച വർഷം. ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ. 2008 നവംബർ 4-നാണ് ഭാരതത്തിന്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത്. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. ഓപ്ഷൻ സി കർണാടക, തമിഴ്നാട്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത്. സാങ്പോ. ഓപ്ഷൻ സി സാങ്പോ. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ചെമയുങ് ദുങ്. ടിബറ്റിലെ ചെമയുങ് ദുങ്.
ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി? ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി? നർമ്മദ. ഓപ്ഷൻ ബി നർമ്മദ. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഷിയോനാഥ്. ഓപ്ഷൻ സി ഷിയോനാഥ്. ഭഗീരഥി ഏത് ഇന്ത്യൻ നദിയുടെ പോഷക നദിയാണ്? ഭഗീരഥി ഏത് ഇന്ത്യൻ നദിയുടെ പോഷക നദിയാണ്? ഗംഗ. ഓപ്ഷൻ ഡി ഗംഗ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. ഓപ്ഷൻ സി കാവേരി. വൂളാർ തടാകം എവിടെയാണ്? വൂളാർ തടാകം എവിടെയാണ്? ജമ്മു കാശ്മീർ. ഓപ്ഷൻ സി ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഓപ്ഷൻ സി ഗംഗ. കബനി ഏതു നദിയുടെ പോഷക നദിയാണ്? കബനി ഏതു നദിയുടെ പോഷക നദിയാണ്? കാവേരി. ഓപ്ഷൻ സി കാവേരി. ഇന്ദ്രാവതി, ശബരി എന്നിവ ഏതു നദിയുടെ പോഷക നദികളാണ്? ഇന്ദ്രാവതി, ശബരി എന്നിവ ഏതു നദിയുടെ പോഷക നദികളാണ്? ഗോദാവരി. ഓപ്ഷൻ ബി ഗോദാവരി. ഹീരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി. ഹീരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി മഹാനദി. ഓപ്ഷൻ എ മഹാനദി. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? നർമ്മദ. ഓപ്ഷൻ ഡി നർമ്മദ. വാരണാസി ഏതു നദീതീരത്താണ്? വാരണാസി ഏതു നദീതീരത്താണ്? ഗംഗ. സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏത്? സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഏത്? തന്നിരിക്കുന്ന ഓപ്ഷൻ സിന്ധു നദിയും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഓപ്ഷൻ എ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്നു. ജലം ഒരു പോഷക നദിയാണ്. ഇതിൽ സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ ആണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. ടിബറ്റിലെ മാനസ സരോവറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ജമ്മു കാശ്മീരിലൂടെയാണ് ഒഴുകുന്നത്. ജലം ഒരു പോഷക നദിയാണ്. ബന്ധമില്ലാത്തത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്നത്. സിന്ധു നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയുടെ ഉപഭോക്തൃ സംസ്ഥാനം രാജസ്ഥാൻ. ഓപ്ഷൻ ബി രാജസ്ഥാൻ. ഇന്ദിരാഗാന്ധി കനാൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രാജസ്ഥാൻ കനാൽ. സിന്ധുവിന്റെ ഒരു പോഷക നദി. സിന്ധുവിന്റെ ഒരു പോഷക നദി രവി. ഓപ്ഷൻ എ രവി. ഭഗീരഥി ഏത് ഇന്ത്യൻ നദിയുടെ പോഷക നദിയാണ്? ഭഗീരഥി ഏത് ഇന്ത്യൻ നദിയുടെ പോഷക നദിയാണ്? ഗംഗ. ഗംഗാ നദിയുടെ പോഷക നദിയാണ് ഭഗീരഥി നദി. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.